അവൾക്കൊന്നും പൈസ കൊടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. എന്റെ കയ്യിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് വേണേ കാണിക്കാം ഇവിടെ. 3000 രൂപ അവള് ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു. അല്ലാണ്ട് ലാഭവിഹിതമൊക്കെ ആയിട്ട് കൊടുത്തതും മണിക്കാശായിട്ട് കൊടുത്തതും ഒക്കെ കുറെ ഉണ്ട്. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മച്ചി കംപ്ലൈന്റ് കൊടുത്തോളാം. അപ്പൊ നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്നതല്ല എന്റെ പണി. ഞാനേ പ്രശ്നേഷ് അല്ല. ഒരു 1.5 ഡയലോഗായി. നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് പറഞ്ഞതല്ല എന്റെ ജോലി. എന്റെ പേര് പച്ച വീട്ടിലെ പ്രശ്നേഷ് എന്നല്ല എന്ന് പറഞ്ഞ അമ്മയുടെ വാക്കിന്റെ മുന്നിൽ പകച്ചുപോയ ഒരു ബാല്യമാണ് നമ്മുടെ പ്രശ്നേഷേട്ടൻ്റെത്. ഇതാ പുതിയ ഒരു സീരിയലിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഒരു ഫാമിലി വ്ളോഗ് സീരിയലാണ്. സീരിയലിന്റെ പേരാണ് പ്രശ്നാലയം എന്നാണ് ഈ പുതിയ സീരിയലിന്റെ പേര്. ഒരു പ്രണവ് പ്രവീൺ എന്നൊരു യൂട്യൂബറില്ലേ, അവരല്ലേ ഏതൊരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പുതിയ എപ്പിസോഡ് തുടങ്ങിയത്. അതേപോലെ ഇവിടെ എന്ത് വാങ്ങാനാണെന്നറിയില്ല, എന്തായാലും പുതിയ ഒരു സീരിയലിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു. പ്രശ്നാലയം. നമുക്ക് നേരെ പ്രശ്നാലയത്തിലേക്ക് കടക്കാം. ഇവിടെ പ്രധാനമായി പറയേണ്ട കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥിരം പരിപാടി തന്നെയാണ്. അമ്മായിമ്മ പോര്, നാത്തൂൻ പോര് ഒക്കെയാണ് ഇതിന്റെ ഇതിവൃത്തം. കല്യാണം കഴിയുന്നത് വരെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു യുവ കോമളൻ. ഈ യുവ കോമളൻ ഒരു വിവാഹം കഴിക്കുന്നതും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ച പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അമ്മായിമ്മ പോര്, നാത്തൂൻ പോര്, ഇത് തന്നെയാണ് കഥ ഇതിവൃത്തം. ആരും സ്കിപ്പ് ചെയ്യണ്ട. ഇത് കാണുമ്പോൾ ചിരിച്ചൊരു വീതാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം വീട്ടിലെ പേഴ്സണൽ ലൈഫ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് ചർച്ച ചെയ്യുമ്പോൾ അത് ആളുകൾ നോക്കി കൊഞ്ഞലം കുത്തുകയും ചിരിക്കുകയും ചെയ്യുമെന്നുള്ള ബോധം പച്ച വീട്ടിൽ പ്രശ്നേഷന് ഇല്ലാതെ പോയത് വലിയ കഷ്ടമായിപ്പോയി. എന്തായാലും തുടക്കം കുറിച്ചു പ്രശ്നേഷേട്ടൻ. തുടക്കത്തിന് ഒരു ഒടുക്കം കുറിക്കാൻ ഒരു പെങ്ങൾ വീഡിയോ ആയിട്ട് വന്നു. അത് കഴിഞ്ഞ് ആ ഒടുക്കം പോരെ നമുക്ക് ഇനിയും തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ചാനലിൽ ആ സീരിയൽ തുടങ്ങുന്നു, പ്രശ്നാലയം. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, സ്ഥിരം പരിപാടി തന്നെയാണ് സീരിയലിലെ അമ്മായിമ്മ പോരുകൾ. കാണാം. നീ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നൈസായിട്ട് എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ ഒരു നേരെ ഇവള് വാരത്തിരിക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത്. അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തെ ഒരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, സീരിയലിന് പറ്റിയ കഥയാണത്. അതായത് വിവാഹം കഴിച്ച് വരുമ്പോൾ ഭാര്യ ഭർത്താവ് നല്ല സ്നേഹബന്ധമൊക്കെ ആവും. ഒരു ഭക്ഷണം വാരിക്കോരി കൊടുക്കുന്നത് അത് അമ്മായിമ്മക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല, സീരിയലിൽ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പാടില്ല, റിയൽ ലൈഫിലും പാടില്ല എന്ന് ഇവർ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, എന്തോട്ടെ. അപ്പൊ അതിനിടയിൽ വീണ്ടും ഇതൊരു ബാലൻസിങ് അല്ല. അടുത്ത ബാലൻസിങ്ങിന് വേണ്ട സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ, പെങ്ങൾക്ക് ഒരുപാട് ആളുകളുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നൊരു കാര്യമാണ് ഇവര് അടുത്തത് ഇതിലേക്ക് പുതിയൊരു സാധനമാണ് ഇത് കയറ്റി വെക്കുന്നത്. അങ്ങനെ പോയാൽ പോരാ, സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആ വീടിന്റെ വല്യേട്ടനായിട്ടുള്ള വാത്സല്യ സിനിമയിലെ മമ്മൂട്ടിയുടെ മാധവൻ നായർ ക്യാരക്ടറാണ് പ്രശ്നേഷേട്ടൻ ഈ ഒരു സീരിയൽ കൈകാര്യം ചെയ്യുന്നത്. അതായത് അങ്ങനെയൊന്നും പോയാൽ പോരാ മോളെ, അതൊന്നും ശരിയല്ല. നീ നിന്റെ 2 കാലിൽ നിൽക്കണം, എന്റെ തലയിൽ കയറിയിരുന്ന് എന്റെ കാലിന്റെ ഇത് നീ കൂട്ടരുത് എന്ന് ആള് പറഞ്ഞപ്പോ അത് നാത്തൂന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് കാണാം. എനിക്ക് സഹി കെട്ടിട്ടാണ് ഞാൻ അമ്മച്ചിക്ക് ചോദിച്ചത്, അമ്മ ഞങ്ങളിപ്പം വഴക്കിടാത്തതാണോ പ്രശ്നം, ഞങ്ങളിപ്പോൾ സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ച് തുടങ്ങിയതാണോ പ്രശ്നം, അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച്. അത് ചോദിക്കേണ്ടി വന്നതാണ്, ചോദിപ്പിച്ചാണ്. ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ അമ്മയുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു പോയത്. എന്തായാലും പറയുമ്പോൾ എല്ലാം പറയാം, ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ സീരിയലിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ടതൊക്കെ ഇൻട്രോയാണ്. ഇവര് വിവാഹം കഴിച്ച് വരുന്ന സമയത്ത്, അതായത് 10 വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹം കഴിക്കുന്ന, പ്രണയം കഴിഞ്ഞ് വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം കൃത്യമായിട്ട് അങ്ങോട്ടോട്ട് മനസ്സിലാവാത്ത പ്രണയമാണ്. 10 കൊല്ലം കൊണ്ടൊന്നും മനസ്സിലായില്ല. ഓക്കെ, എന്തോട്ടെ. അപ്പൊ ഇങ്ങനെ വിവാഹം കഴിച്ച് വീട്ടിലെത്തുന്നു, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് അമ്മായിമ്മയും നാത്തൂനാണെന്ന് കഴിഞ്ഞ ഒരു ഓഡിയോ ക്ലിപ്പിൽ ഇവര് ഈ സീരിയലിന്റെ തുടക്കം മുന്നേ പറഞ്ഞിട്ടുണ്ട്, വേറൊരു വീഡിയോയിൽ അതുണ്ട്. അതായത് ഞങ്ങൾ തന്നെയാണ് ഒക്കെ പരിഹരിച്ച് നേരാക്കിയത് എന്നുള്ളത്. അങ്ങനെ എല്ലാ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഒരു മുന്നോട്ട് നല്ല രീതിയിൽ പോകുമ്പോൾ അമ്മായിമ്മക്ക് ഇവര് വാരിക്കൊടുക്കുന്നതൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഇവരൊരുമിച്ച് കറങ്ങുന്നത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അമ്മായിമ്മ ഇടപെടലുകൾ നടത്തുകയാണ്. ആ ഇടപെടലുകൾ നടത്തിയപ്പോൾ കൃത്യമായിട്ടൊരു കിഡിലൻ ഒരു പോയിന്റ് അങ്ങ് ഇട്ടുകൊടുത്തു. നിങ്ങൾക്ക് നല്ല ദാമ്പത്യ ജീവിതം കിട്ടാത്തതിന്റെ ഭാഗമായിട്ടല്ലേ ഞങ്ങളോട് ഈ കുശുമ്പെന്ന്. അവിടെ അമ്മായിമ്മക്ക് ഒരു ക്ലോസ് ഷോട്ട് ഉണ്ട്. ആ അമ്മായിമ്മ അങ്ങനെ ഭയങ്കര വിഷമിച്ച് ഇമോഷണൽ ആയിട്ട് നിൽക്കും. ആ ഇമോഷണലിൽ പങ്കുചേർന്നുകൊണ്ട് പ്രശ്നേഷേട്ട മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടല്ലേ പെട്ടെന്നൊരു വൈരാഗ്യ നിമിഷത്തിൽ എനിക്കത് പറയേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കട്ടിങ് ക്ലോസപ്പും ഒരു 10-25 സെക്കൻഡ് അങ്ങനെ ഒരു ക്ലോസപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അടുത്തത്. ഓൾറെഡി ട്രോളും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് വീട്ടിൽ ഞാൻ പ്രശ്നേഷായിരുന്നു. അതായത് എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആ ഒരു സൈഡിലോട്ട് മാറി. നിങ്ങൾ വീഡിയോസ് ഒക്കെ നോക്കിയാലും മനസ്സിലാവും. ട്രോളൊക്കെ വന്ന സമയത്താണ് അവർ കംപ്ലീറ്റ് ആയിട്ടും എന്ന് വെച്ചാൽ ട്രോള് വരാനുള്ള
സാനിറ്റൈസറോ അല്ലെങ്കിൽ ക്ലീനിങ്ങിനെ കുറിച്ച് പറയുന്നതോ ആയിട്ടുള്ള വീഡിയോസ് അല്ലാത്ത വീഡിയോസിന് പോലും അവർ മാറി നിൽക്കുകയായിരുന്നു. എനിക്ക് വീഡിയോ എടുത്തരാൻ പോലും എൻ്റെ അമ്മ പോലും പറ്റില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ ആ സമയത്ത് അവർ വരണ്ട, അവർ സേഫ്റ്റി നോക്കുമല്ലേ, സേഫ്റ്റി നോക്കട്ടെ, നല്ല കാര്യം. ഇപ്പോൾ നമ്മളെ സേഫ്റ്റി നോക്കണില്ല, നമ്മുടെ ഒരു ജോലി പോലെയാണ് ഇതിനെടുക്കുന്നത്. അവർ സേഫ്റ്റി നോക്കുന്നത് നല്ല കാര്യം നോക്കാം. അപ്പോൾ എൻ്റെ കൂടെ ഇവിടെ മാത്രമുള്ളായിരുന്നു വീഡിയോ എടുക്കാനും എഡിറ്റ് ഒക്കെ ആയിട്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ അവന്മാർക്ക് ഫോൺ കൊടുത്തിട്ട് പറയാം ഒരു വീഡിയോ എടുത്താൽ പറയാം. അവരൊക്കെ പക്ക സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ കൂട്ടുകാരന്മാരെയാണ് വീട്ടുകാർ കൊണ്ടുവരുന്നത് പറഞ്ഞത്. അതിലോട്ട് ഞാൻ വരാം, എങ്ങനെയാണെന്ന് വരാം. അതിന് മുന്നേ ഞാൻ വേറൊരു സാധനത്തിലോട്ട് പോട്ടെ. പെങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇവൻ വീഡിയോയിൽ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ല, ക്ലീനിങ് പരിപാടികളൊക്കെ ഭയങ്കര ക്ലീൻ ആണ്. ഒരു 10 രൂപയുടെ കറൻസി എടുക്കുമ്പോൾ അടക്കം അതിന്റെ മുകളിൽ സാനിറ്റൈസർ ടിഷ്യൂ എന്ന് അടിച്ചതിന്റെ ശേഷമാണ് ഉപയോഗിക്കുക. പക്ഷെ വീട്ടില് ആകെ വൃത്തിയില്ലാത്തവന് മാത്രമാണ്, ആ പട്ടിക്ക് പോലും നല്ല വൃത്തിയുണ്ടെന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടായിരുന്നു. അതിന്റെ ഇടയിൽ വെച്ചതാണ്. സീരിയലിനെ അതൊരു ബാധിക്കില്ലല്ലോ അല്ലേ? ഓക്കെ, തുടർന്ന് കേൾക്കാം. അതുപോലെ അമ്മയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കാര്യങ്ങൾ അവൾ നോക്കിക്കോളാം പറയുന്നത്. അമ്മ ഫുള്ളായിട്ട് അതിൽ നിന്ന് മാറി. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ എനിക്കിപ്പോൾ ഒരു നേരെയോട് വാരത്തിരിക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളത് റൊമാൻസ് കാണിക്കുന്നതല്ല. ഞാനിപ്പോൾ എഡിറ്റിങ്ങിലാണെങ്കിലോ അല്ലെങ്കിൽ എനിക്കപ്പം വേറെ എന്തെങ്കിലും ജോലിയുണ്ട്, ഞാൻ പെരുത്തിരിക്കുവാണ്, ജോലിയിൽ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ അവൾ പറയും ഒരിച്ചിരെങ്കിലും കഴിക്കും, ഞാൻ വാരത്തരാന്ന് പറയും. അപ്പോൾ ഞാൻ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവൾ വാരത്തരുമ്പോൾ കഴിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഇവളുടെ വീട്ടിൽ ഇവളുടെ അപ്പച്ചി ഉള്ളപ്പോൾ വരെ പോയി പറഞ്ഞിട്ടുണ്ട്, അത് അവന് കൈ വന്നിട്ടില്ലെന്ന്. ഭയങ്കര പുന്നാരമാണ്, വാരി കൊടുത്താലേ കഴിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ വാരി കൊടുക്കുമ്പോൾ പറയുമായിരുന്നു എന്താണ്, ആദ്യമൊക്കെ ഇതൊക്കെ കാണത്തുള്ളൂ, വാരി കൊടുക്കുന്നതൊക്കെ കാണത്തുള്ളൂ, പിന്നെ ഇതൊന്നും കാണത്തില്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തന്നെ വരത്തിനൊക്കെ പറയും. ആദ്യത്തെ ഒരു സമയത്തുള്ള കാര്യം മാത്രമാണ് ഇതെന്നൊക്കെ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് മൈൻഡ് ചെയ്തിട്ടില്ല. സംഭവം ക്ലീഷയാണ് സീരിയല്, പക്ഷെ റിയൽ ലൈഫിൽ ഇത് നടക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സത്യത്തില് അയ്യേ ഇത് എന്ത് ഫാമിലി ആടേ എന്ന ആളുകളുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി ഇതൊക്കെ വന്ന് പറയുന്നു. കൊള്ളാം. എന്തായാലും ഇത്രയേ നാറി, ഇനി മുഴുവൻ അങ്ങ് നാറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പറയാണ്. അമ്മായിമ്മക്ക് മരുമകൾ ഇത് വാരി കൊടുക്കുന്നത് ഇഷ്ടമല്ല. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഭാര്യ ഭർത്താവ് ബന്ധങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവല്ലേ, ഒരു സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണേ എന്ന് ചിന്തിക്കുമ്പോൾ അമ്മായിമ്മ ചിന്തിച്ചത് എന്താല്ലേ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് പറയാത്രേ ഇവന് കയ്യൊന്നും പൊന്തൂല, അവന് ക്വാരി കൊടുത്താലേ കഴിക്കുള്ളൂ എന്നുള്ളത്. നല്ല പൊന്നെ അമ്മച്ചി, നല്ല അമ്മച്ചി കേട്ടോ. നമ്മള് ഒരു വർഷം പിടിച്ചൊന്ന് സിംഗായിട്ട് വരാനായിട്ട് കേട്ടോ. സിംഗായി തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടിൽ പ്രശ്നം തുടങ്ങി, അമ്മയ്ക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. അതിന് മുമ്പേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും എന്നെ ആളുടെ കൂടെ കിച്ചൻ്റെ കൂടെ ഇരുത്തത്തില്ലായിരുന്നു. അതുപോലെ തന്നെ കാറിന്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കും. ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, കാരണം അമ്മയല്ലേ, കാരണം എന്നെക്കാട്ടി അധികാരം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല. ഞാൻ അയ്യത്തിലൂടെ പുറകിലിരിക്കും, അമ്മയാണ് ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് തുടങ്ങി. ഇവന് കുറെ കാര്യങ്ങൾ ഇവൻ പറഞ്ഞിട്ട്, കാരണം ഇവന് ഫോണിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അതുകൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് ചെയ്യാൻ ഒരു ദിവസം അങ്ങനെ കയറി ഞാൻ ഫ്രണ്ടിൽ ഇരുന്നു. അപ്പൊ എന്നോട് അമ്മ ചോദിച്ചത് എന്റെ സ്ഥാനം നീ കൈയടക്കില്ലെന്ന്. അടിപൊളി. ഞങ്ങൾ ടൂറൊക്കെ പോണ സമയത്ത് ഈ ഫ്രണ്ട് സീറ്റിന് വേണ്ടി ഒരു തല്ലുണ്ടാവാറുണ്ട്. ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന ഒരു സുഖമാണ്. ഈ തിക്കി തിരക്കിരിക്കേണ്ട രണ്ടാളല്ലേ ഉള്ളൂ. ബാക്ക് സീറ്റുകളിൽ ഇരിക്കുമ്പോൾ തിക്കി തിരക്കിരിക്കണം. കോമഡി എന്താ വെച്ചാൽ ഈ വീട്ടിലാകെ നാലാളേ ഉള്ളൂ. ഈ 4 ആൾക്ക് സിമ്പിൾ ആയിട്ട് അല്ല അടിപൊളിയായിട്ട് കാറിൽ യാത്ര ചെയ്യാം. അമ്മച്ചയ്ക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ വേണം. ഫ്രണ്ട് സീറ്റിൽ ഒരു ദിവസം പ്രശ്നശേഷം പറയാണ് നായികയോട്, നീ മുന്നിലിരിക്കണം, അമ്മച്ചി പിന്നിലിരിക്കട്ടെ. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മച്ചി അത് ചോദ്യം ചെയ്യുക, എന്റെ സീറ്റ് നീ കയ്യേറിയില്ലേ എന്നുള്ളത്. നല്ല ക്ലൈമാക്സ് സാധനമാണ്. ഇവിടെ നിന്നൊക്കെ വേണം ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് മറച്ചു വിടാൻ. ഇതിപ്പോ തന്നെ അവസാനിപ്പിക്കല്ലേ, സീരിയലാണ്. തുടക്കത്തിൽ തന്നെ വലിയ ക്ലാഷിലേക്ക് പോയി. തുടർന്ന് കേൾക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ട്രോളൊക്കെ തുടങ്ങി. വീട്ടുകാർ എൻ്റെ അമ്മ ഭയങ്കര സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ട് ഈ ഭയങ്കര തിയേറ്ററേറ്റ് സാധനങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ടൈപ്പാണ്. അതായത് ഈ കുശുമ്പ് ചെറ്റകളുടെ വീഡിയോസ്, ട്രോളോളി എന്ന് പോലും പറയാൻ പറ്റില്ല, അതിനേക്കാളും താഴേക്കിടയിലുള്ള അലന്ന വീഡിയോസ് ഒക്കെ കാണും. അമ്മ കാണുന്ന മാത്രമല്ല, കമന്റ്സ് ഞങ്ങളോട് വന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കുമായിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ അമ്മച്ചിയുടെ പ്രായം അതാണ്. അമ്മച്ചിക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്ട് ആവുക. ഈ കുശു എന്നുള്ള സാധനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ടൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും അവർക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ പോയിട്ട് അഡിക്ഷൻ വരും. അത് ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാവും കിട്ടുക. അത് നമ്മളോട് അതിന്റെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആ കുശു അത് ഇവരോട് പറയാം, അമ്മച്ചി നിങ്ങൾ പോയത് ശരിയായില്ല. എവിടെയെങ്കിലും വല്ല തൊഴിലുറപ്പിലൊക്കെ പോയിട്ട് അവരെ കൂട്ടത്തിലേക്ക് ഇരുന്ന് പറയുമ്പോൾ അതൊക്കെ രസമാണ്. എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ കുറെ തണലുറപ്പിൽ ഇരുന്ന് അത് കേൾക്കാല. അനിയത്തി അവളെ സേഫ്റ്റി നോക്കിയാണ്. അപ്പൊ അങ്ങനെ കുറെ കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല, അവൾ പഠിക്കാൻ നോക്കുന്നില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവളൊരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തെ കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷൻ കട്ട് ചെയ്യുന്നു. അതിനകത്ത് ഇവളുടെ കാര്യങ്ങൾ, അതായത് അവർക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് നമുക്കറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ, അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം അവളെയും കൊണ്ട് ആശുപത്രി പോയി, ആശുപത്രി കാണിച്ച് ഡോക്ടറെ കൊണ്ട് പറയിച്ചെന്ന് അത് വിടണമെന്ന്. വല്ല അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. തലയിൽ വെറുതെ നിന്റെ തലയിലാക്കി. ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ട് പോലും ഇല്ല. അത് നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതായത് നാത്തുമ്പോരുടെ എൻട്രി ഇപ്പോഴാണ് വരുന്നത്. നാത്തൂന് എന്താ പ്രശ്നം ഉണ്ടാവുന്ന വെച്ചാല്, നാത്തു ഒരു ആളായിട്ട് പ്രണയം ഉണ്ടാവും, അത് അവസാനിക്കുമ്പോൾ അടുത്തതിലേക്ക് പോകുന്നു. അപ്പൊ ഒരു സൈക്കോളജിക്കലായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ള മരുമകള് അവരുമായിട്ട് ആശുപത്രി പോകുന്നു.
ആശുപത്രി പോയിട്ട് ആ കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടി വീട്ടിലൊന്ന് പറയാ, എൻ്റെ ഈ പ്രണയമെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലെ ഡോക്ടറെ കൂട്ടുപിടിച്ചു. എന്തായാലും ആ ക്യാരക്ടർ എനിക്ക് തന്നെ തരണം, ആ ഡോക്ടർ ക്യാരക്ടർ. ചെറുതായിട്ടൊരു സീൻ എന്തെങ്കിലുമൊക്കെ പറയാൻ പോവാം, ഒരു ആഗ്രഹം കൊണ്ടാണ്, സീരിയലൊക്കെ അതിനൊക്കെ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്, ഒന്നും വിചാരിക്കരുതേ. ഓക്കെ, അപ്പൊ ഈ കാര്യത്തിനെ നിരസിക്കുന്ന വേറൊരു വോയിസ് ക്ലിപ്പ് ഇവരുടെ പെങ്ങള് തന്നെ ഓൾറെഡി ഉണ്ട്. തെളിവുണ്ടെങ്കിൽ തെളിയിക്കട്ടെ എന്നുള്ള ഒരു വെല്ലുവിളി പ്രശ്നാലയത്തിൽ അവർ ഉന്നയിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തുന്ന ഓക്കെ ശരി ആയിക്കോട്ടെ, അവളെ ഒരെണ്ണം ഡീലെങ്കിൽ ഡീൽ ചെയ്യട്ടെ. അപ്പൊ അത് തീരുന്നതിന് മുന്നേ അടുത്ത സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ അവനവന്റെ അല്ല അങ്ങനല്ലേ, ഞാൻ അത്രയും കാലം കണ്ട പെങ്ങളൊന്നുമല്ല, അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം തഴയുന്നു. അപ്പൊ ഇതിനൊക്കെ ഓഫ് കോഴ്സ് ഭാവിയിൽ ഏടികൾ വരും. അപ്പൊ അവർക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, അവളെ ബാധിക്കുമ്പോൾ അത് നമുക്കും കൂടെ, നമ്മുടെ ഫാമിലി ഒരാൾക്ക് ബാധിക്കുന്നത്. തീർച്ചയായിട്ടും അത് നല്ലൊരു പോയിന്റ് ആണ്. വീട്ടിലുണ്ടാവുന്ന ഏതൊരു പ്രശ്നത്തെയും വീട്ടിലെ ഗ്രഹനാഥനായി നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് പണി കിട്ടുക. ഇവിടെ വാത്സല്യം മമ്മൂട്ടി ആ ഒരു ക്യാരക്ടർ ഇദ്ദേഹം ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു തെറ്റില്ല. അതേപോലെ തന്നെ പെങ്ങന്മാരുള്ള ഏതൊരു സഹോദരനും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ പല ആളുകളുമായിട്ട് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചാൽ പോലും ഓരോ ഏണികളുമായിട്ട് നമ്മുടെ നെഞ്ചത്തോട്ട് തന്നെ പതിക്കും. അതിൽ പ്രശ്നേഷ് ചേട്ടനെ ഒരു കുറ്റവും പറയാൻ ഞാൻ ആളല്ല. ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് സ്വന്തം പല്ലിയുടെ കുത്തി മണപ്പിക്കുന്നതിന് തുല്യം, അത്ര തന്നെ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നീ നിന്റെ ഇഷ്ടമുള്ള രീതി ജീവിച്ചോ, കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ നിന്റെ കയ്യിൽ ഒരു വരുമാന മാർഗ്ഗം, ഒരു സ്കിൽ സെറ്റ് വേണം. അല്ലാതെ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് ഒരു രാജകുമാരൻ വന്നിട്ട് രക്ഷിച്ചുകൊണ്ട് പോകുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതല്ല ശാശ്വതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായി എന്നോട് മിണ്ടാതിരിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അങ്ങോട്ട് പറ്റിയപ്പോൾ എന്നിട്ട് മാക്സിമം പറഞ്ഞു കൊടുക്കുമായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി, സ്വന്തം കാലിൽ നിൽക്കി, നിന്റെ ഒരു കഴിവ് വളർത്ത്, നിന്റെ ഒരു സ്പേസ് ഉണ്ടാക്കി. ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഞാൻ എപ്പോഴും പറയും, സോഷ്യൽ മീഡിയ ആവണമെന്നില്ല. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വേറെ എന്ത് ഫീൽഡിലും ആയിക്കോട്ടെ, നിന്റെ ഒരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗ്രീൻ ഹൗസിനെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് ഗ്രീൻ ഹൗസിന്റെ സോഷ്യൽ മീഡിയ വെച്ചും അതുപോലെ എന്റെ കയ്യിലുള്ള പൈസ വെച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെയാണെങ്കിലും അവളൊരു പുച്ഛിച്ചു വിടുന്നു, തഴച്ചിലാണ് അവരുടെ മുഖത്ത്. അത് വല്ലതൊരു അനുഭവമായിരിക്കും. കാരണം അവരത്ര അധികം നല്ല രീതിയിൽ നോക്കി ആ ഒരു നായക കഥാപാത്രത്തിന് കിട്ടുന്ന ഒരു വലിയ ഒരു പണിയാണത്. എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവട്ടെ, ഒരു ജോലിയൊക്കെ എടുക്കട്ടെ, സ്വന്തം കാലിൽ നിൽക്കാൻ നിനക്ക് പ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് പറയുന്ന ആ കഥാനായകനോട് ആ പെൺകുട്ടി പറയുന്ന ഒരു വാക്കുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞുകൊണ്ട്, ഡയലോഗല്ല, മിണ്ടാതൊരു മൂലക്കിരുന്നു. പിന്നെ മിണ്ടിയിട്ടില്ല, ഈ ഒരു കാര്യം പറഞ്ഞ ശേഷം മിണ്ടിയിട്ടില്ല. പക്ഷെ ഈ കാര്യത്തെ സാധൂകരിക്കുന്ന, ശരിയാണ് എന്ന് പറയുന്ന വേറൊരു വോയിസ് ക്ലിപ്പ് ഓൾറെഡി വന്നിട്ടുണ്ട്. അത് ഈ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, എന്നോട് വെറുതെ ഇരിക്കരുത്, അല്ല ജോലിക്കും പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അത് ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ. ഇനി രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വീട്ടിലത്തെ എല്ലാ ചെലവും ഞാൻ തന്നെ നോക്കിക്കോളാം. പക്ഷെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റികൾക്കുള്ളത്, ലിപ്സ്റ്റിക്, കണ്ണെഴുതുന്ന സാധനം, ഡ്രസ്സുകൾ, കണ്ണെഴുതി പൊട്ടും തൊട്ട് ഈ സാധനങ്ങൾക്കൊന്നും പൈസ ഞാൻ തരില്ല, അത് നീ കണ്ടെത്തണമെന്ന് ആ ഒരു സഹോദരിയോട് അവൻ പറയുമ്പോഴാണ് ട്വിസ്റ്റിന്റെ മാങ്ങാതൊലി ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അവർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. എന്റെ കയ്യിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് വേണേ കാണിക്കാം. ഇവിടെ ലാസ്റ്റ് കൊടുത്തത് 30,000 അവള് ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു. അല്ലാണ്ട് ലാഭവിഹിതമൊക്കെ ആയിട്ട് കൊടുത്തതും മണിക്കാശായിട്ട് കൊടുത്തതും ഒക്കെ കുറെ ഉണ്ട്. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. അപ്പൊ അത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി നിന്റെ കാര്യം നീ നോക്കണം. നിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോസ്മെറ്റിക്സ്, ഡ്രസ്സ്, അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്ട്രാ ലേഷർ ആക്ടിവിറ്റീസ്. അല്ലാണ്ട് വീട്ടിലോട്ട് അവൾ ഉൾപ്പെടെ എന്റെ വീട്ടിലെ അംഗങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ ഞാനാണ് ചെയ്യുന്നത്, അത് ഞാൻ ചെയ്യും. ബാക്കി നിന്റെ കാര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യമായി പോയി. അതായത് നമ്മൾ എക്സ്ട്രാ കൊടുത്തോണ്ടുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടൂല എന്നുള്ളപ്പോഴത്തേക്കും ഭയങ്കര കലിപ്പായി പോയി. ഓക്കെ, ഈ കാര്യം ഞാൻ വിശദീകരിച്ചതാണ്. അതായത് ഒരു കാര്യം വിശദീകരിക്കുന്നതിൽ വിട്ടുപോയി. പൈസ ഒന്നും കൊടുത്തില്ല എന്ന് പറയുന്ന കാര്യത്തെ ഇവിടെ നായക കഥാപാത്രം പ്രശ്നേഷേട്ടൻ അതാ വിത്ത് എവിഡൻസ് ഇട്ട് പൊളിക്കുന്നു. പണം ഞാൻ കൊടുത്തിരുന്നു, ഇല്ലാത്ത ലാഭം കൊടുക്കാൻ എന്റെ കയ്യിൽ ഇല്ല, ഉള്ളത് കൊടുത്തിട്ടുണ്ട്, അത് അവളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇനി നിന്റെ കാര്യം നീ നോക്കുക, തിന്നാൻ നമ്മൾ തരും, വീട്ടിലത്തെ ചെലവും നോക്കും. ഇത് ഇഷ്ടപ്പെട്ടില്ല, അവരങ്ങ് മാറി നിന്നു, അല്ലെങ്കിൽ മിണ്ടാട്ടം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെയും ട്വിസ്റ്റുകളുണ്ട്. അമ്മായി അമ്മ, അതായത് പ്രശ്നേഷേട്ടന്റെ മമ്മിജിയുടെ രംഗപ്രവേശനമാണ്. അപ്പം അമ്മയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് ഒറ്റ ഡയലോഗുള്ളൂ. അതായത് ഒരു അഫയറിന്റെ പുറത്ത് അടുത്ത അഫയർ സെറ്റാക്കി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളെ കുറിച്ച് അമ്മ പറയുന്ന ഇതാണ്, ഞാൻ അവളെ എങ്ങനെ ഉപേക്ഷിക്കുന്ന, അവൾക്ക് ഡിപ്രഷൻ വന്നാലാണ്. അപ്പൊ ഞാൻ എന്റെ പൊന്നമ്മ, ഇതിന്റെ ഇടയിൽ കിടന്ന് നെറ്റോട്ട് ഓടുന്ന എനിക്ക് എങ്ങനെ ഡിപ്രഷൻ വരാണ്ടിരിക്കുന്ന? ഒന്നാമത് മനുഷ്യൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് കിടന്ന് മുക്കറായിട്ടുള്ള ഓട്ടമാണ്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അമ്മച്ചിക്ക് കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഉണ്ട്. അങ്ങനെ ചെലവെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വൃത്തിയുടെ ചെലവുകളാണ്. അപ്പൊ വൃത്തിയുടെ വെച്ചാൽ കാരണങ്ങളല്ല പറയുന്നത്, ചെലവ് നമുക്ക് വരവിനേക്കാളും ചെലവാണ്, നമ്മുടെ കൈ നിൽക്കില്ല. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിഭാസമായിട്ടുള്ള ഒരു കാര്യം അതാ, വരവിനേക്കാൾ കൂടുതൽ ചെലവ്. വരവൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ ഇരട്ടിക്ക് എങ്ങനെയൊക്കെയോ ചെലവുകൾ വരും. 100 രൂപ കിട്ടുന്നതിന് 110 രൂപയുടെ ചെലവാ. എങ്ങനെ ഇതൊക്കെ ഒത്തുപോകും? സാധാരണക്കാരുടെ ലൈഫാണ് ഈ സീരിയൽ പറഞ്ഞു പോകുന്നത്. ഈ പ്രശ്ന വീട്ടിൽ സോറി പണ്ടാണെങ്കിൽ ഈ ഗ്രീൻ ഹൗസിൽ പ്രശ്നേഷേട്ടന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഹാർഡ് വർക്കറാണ്.
കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കായ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനിടയിൽ മനഃപൂർവ്വം കുറെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നുകൊണ്ട് നമ്മൾ അതിൽ കമന്റ് ഇട്ടുകൊണ്ട് അവരെ റീച്ചിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് കായ് കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഈ ഒരു കഥാപാത്രത്തിന്റെ മെയിൻ കാര്യങ്ങളാണ്. അതൊക്കെ സീരിയലിന്റെ പരസ്യങ്ങൾക്കിടയിലൊക്കെ വന്നു പോകുന്നത്. ഓക്കെ, തുടർന്ന് കേൾക്കാം. ഇതിനു മുമ്പായിട്ട് അമ്മ പറഞ്ഞു ചിഞ്ചുവിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഓൾറെഡി അവർക്ക് പണ്ടുള്ള കാര്യങ്ങളാണ്, ഡ്രസ്സ് ഒന്നും എടുത്ത് കൊടുക്കാൻ പോകില്ല എന്നുള്ളത്. പിന്നെ ഞാനും ഡ്രസ്സ് എടുക്കുന്നില്ല, രശ്മിക്കും ഡ്രസ്സ് എടുക്കുന്നില്ല, ചിഞ്ചുവിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കത്തില്ല. അല്ലിക്ക് എടുത്ത് കൊടുക്കാം, അമ്മച്ചിക്ക് ഡ്രസ്സ് വേണം, അമ്മച്ചിക്ക് ഡ്രസ്സ് എടുത്ത് തരും. അതുപോലെ അല്ലിക്ക് എന്തോ ചെയ്യണോ അത് ഞാൻ ചെയ്യും. അത്ര അല്ലി അതിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്. അപ്പം അവൾ വീട്ടിലംഗമാണ്. അല്ലി എന്നൊരു പട്ടിക്കുട്ടി, അല്ലിക്ക് മറ്റേ സാധനം വാങ്ങാൻ പോണ്ടേ എന്ന് ചോദിക്കുന്ന ആ അല്ലിയാണോ? എന്തായാലും കൊള്ളാം, പട്ടിക്കൊക്കെ സാധനമായി കൊടുക്കാം. പക്ഷെ പെങ്ങൾക്ക് ഞാൻ പട്ടിയുടെ വില പോലും കൽപ്പിച്ചിട്ടില്ല. അവർ ഒറ്റയ്ക്ക് പണിയെടുത്ത് ജീവിക്കട്ടെ. അമ്മയെ നോക്കേണ്ട കടമ എനിക്കുണ്ട്, കുടുംബം നോക്കേണ്ട കടമ എനിക്കുണ്ട്. എക്സ്ട്രാ എന്ത് വേണമെങ്കിലും സ്വയം കായ് ഉണ്ടാക്കിയിട്ട് വാങ്ങിക്കോളാൻ പറഞ്ഞൊരു തെറ്റും ഇവിടെ കഥാനായകൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ഇത്രത്തോളം കേട്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഭയങ്കരമായിട്ട് ട്രിഗറായി. നീ എന്തു അടയിച്ചു കാണിക്കുന്ന നല്ല കാര്യം. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആളങ്ങ് എന്താ അമ്മയും പെങ്ങളും കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്തവനായി. എന്തുകൊണ്ട് ഇപ്പൊ അവൻ അമ്മയും പെങ്ങളെ വേണ്ട. അതെ, എന്നിട്ട് വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ച് അങ്ങനെ ആ പോയിന്റ്സ് ഒക്കെ വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ചെടുത്തില്ല, കാറിൽ കറങ്ങാൻ കൊണ്ടുപോകത്തില്ല, ഫ്രണ്ട് സീറ്റിൽ ഇരുത്തത്തില്ല. ഇവിടെ കൊണ്ടാ കറങ്ങാൻ പോകുന്നത്. അനിയത്തിക്ക് ഇപ്പം ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും കണക്കാണ്. ആ കണക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, അതിൽ പോലും കണക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു അമ്മ, ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ചിഞ്ചുനിക്ക് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത് എനിക്ക് അവൾ ഉപേക്ഷിക്കാൻ പറ്റുമോ, അവർക്ക് ഒരു ഡിപ്രഷൻ ഒന്നും ഞാൻ ചെയ്യും. ഞാൻ ഉപേക്ഷിക്കാൻ ഞാൻ പറയില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നതിന് അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്, ഇങ്ങനെ കാണുന്നത് എന്തിനാണ്? ഞാൻ അമ്മച്ചിയുടെ മോനല്ലേ. അത് കൂടുള്ളവരെ ഇങ്ങനെ മോശമായിട്ട് പോകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് മോശത്തിലേക്ക് വിടുവാണോ ചെയ്യേണ്ടത്? ഒരു ടിപ്പിക്കൽ അമ്മായിയമ്മയുടെ റോളാണ് ഇവിടെ കൃത്യമായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നത്. കണ്ടല്ലോ, കുശുമ്പിന്റെ ഒരു കുറച്ച് സാധനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. കാറിന്റെ ഫ്രണ്ട് സീറ്റ് കയ്യേറി എന്നതൊക്കെയാണ് വിഷയം. ഫുഡ് വാങ്ങിത്തരാൻ കൊണ്ടുപോകുന്നില്ല, കറങ്ങാൻ കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ. എന്റെ പൊന്നമ്മച്ചി, ഒരു ഭാര്യ ഭർത്തൃ ബന്ധം, ആ ഒരു ബന്ധം ദാമ്പത്യ ജീവിതം നല്ല വൃത്തിയിൽ പോകണമെങ്കിൽ അവർ നല്ല അടിപൊളിയായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. ആ ഒരു കാര്യത്തിൽ ഇവർ ഇത്രയും നാള് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അവര് സന്തോഷത്തോട് ജീവിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ തിന്നാൻ കൊണ്ടുതരുന്നത് ഇവൻ തന്നെയല്ലേ? നിങ്ങൾ തൊഴിലുറപ്പിന് ഇതിലൊക്കെ പോയിട്ട് കൊണ്ടുവരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പറയാം, ഇവനാണെന്നാണ് എല്ലാതും പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ വിശ്വസിക്കാൻ കഴിയും. കാരണം അയാളുടെ ഹാർഡ് വർക്കൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. എന്തായാലും അമ്മയുടെ ഒരു എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോ വരുമല്ലോ. ആ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ചാടേണ്ടി വരും. ഇവിടെ എന്തായാലും ചാടി നിൽക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം ഒക്കെ കറക്റ്റായിട്ട് കിടക്കുന്നത്. ഓക്കെ, പരസ്യം കഴിഞ്ഞു, നേരെ സീരിയലിലോട്ട്. ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് മോനെ കൊന്നിട്ടാണേലും മോനെ ശവം വീഴ്ത്തിയിട്ടാണേലും മരുമോളുടെ കണ്ണീര് കാണണമെന്നുള്ള കൺസെപ്റ്റാണ് നമുക്കിവിടെ മനസ്സിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വഴക്കായി അമ്മ എന്തൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ ഇവിടെ ഈ കാട്ടുമുക്കിലാണ് കൊണ്ടിട്ടേക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ, മോനായി പോയി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. എന്ന് വെച്ചാൽ അവിടെ ഒരു നല്ലൊരു വീട് പണയത്തിന് എടുത്ത് കൊടുത്തതിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കമ്മിറ്റി പോയി കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മിറ്റി കംപ്ലൈന്റ് കൊടുത്തോളാം. അപ്പോൾ നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്നതല്ല എൻ്റെ പണി. ഞാൻ പ്രശ്നേഷ് അല്ലാന്ന്, നിന്നെ പോലെ പ്രശ്നേഷ് അല്ലാന്ന്. വെറുതെ നിന്നെ ആൾക്കാർ പ്രശ്നേഷ് വിളിക്കുന്നത്. ഞാൻ മിണ്ടിയില്ല. എനിക്ക് നല്ല രീതിയിൽ എനിക്ക് സങ്കടവും ദേഷ്യം ഒക്കെ വന്ന്, പക്ഷെ ഞാൻ മിണ്ടിയില്ല. ആ സീനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി, ഭയങ്കര കണക്റ്റഡായി. എൻ്റെ കിഡ്നിയിൽ അങ്ങോട്ട് കയറി കൊളത്തിയത്. വലതുഭാഗത്ത് എൻ്റെ കിഡ്നി ഇവിടെ എന്തെങ്കിലും കൊളത്തി, നന്നായി കൊളത്തിയിട്ടുണ്ട്. പ്രശ്നേഷിനെ പോലെയല്ല ഞാൻ എന്ന അമ്മച്ചിയുടെ വാക്ക്. ഞാനതിനെ കൂടുതൽ വർണ്ണിക്കുന്നില്ല. അടുത്ത ക്ലിപ്പ് കേൾക്കാം. ചെയ്തിട്ടുണ്ടെന്ന വീടിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ചിഞ്ചു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പോളിയിൽ പഠിക്കുന്ന സമയത്ത് പണിയെടുത്തിട്ട് ആ പൈസ പാർട്ട് ടൈമായിട്ട് പണിയെടുത്തിട്ട് ആ പൈസ കൊണ്ട് നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും ചെയ്തില്ല എന്നുള്ള ഡയലോഗ് വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആര് പറഞ്ഞു അതൊക്കെ പഠിപ്പിച്ചു? അതൊക്കെ എൻ്റെ അച്ഛൻ്റെ പൈസ. ഓക്കെ, ഈ സീനാണ് വാത്സല്യം സീന്. ഇവിടെ മമ്മൂട്ടി വളരെ കഷ്ടപ്പെട്ട കുടുംബത്തെ നോക്കിയിട്ട് അവസാനം മമ്മൂട്ടിയുടെ ഡയലോഗ് അടിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി എന്താ ചെയ്തത് എന്ന്. മമ്മൂട്ടിയുടെ ഡയലോഗ് അടിക്കുന്നുണ്ട്, ഇല്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഇല്ലേ? എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പ്രശ്നേഷം പറഞ്ഞാൽ നിങ്ങളൊന്ന് കേട്ടോക്ക്, അതേ മൈൻഡിൽ ഒന്ന് കേട്ടോക്ക്. രാത്രിയിൽ ബാറിൽ സപ്ലയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ശനി ഞായറും രാവിലെ 7 മണി തൊട്ട് രാത്രി 11 മണി വരെ ശനി ഞായറും പണിയെടുക്കുന്നു. അങ്ങനെയൊക്കെ നടന്ന് പഠിപ്പിച്ച് ഇവിടെ ടൂറിന് വരാൻ പറ്റായിരുന്നു. എൻ്റെ ടൂറിന് സമയത്ത് 5 ദിവസം എൻ്റെ കോളേജിലെ ക്ലാസ്സിലെ പിള്ളേർ ടൂറിന് പോയി. അവന്മാരവിടെ പോയത് ഞാൻ 5 ദിവസം ടൂറിന് പോയത് കുതിരപ്പന്തിയിലെ പണി സൈറ്റിലാണ്. അതായത് പെയിന്റ് പണിയിൽ മറ്റേ സാൻഡിങ്ങിനാണ് ഞാൻ പോയത്. അതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് നല്ല സങ്കടം വരുന്നുണ്ട് അല്ലേ? ഇത് പാർട്ട് 1 ആയിട്ട് കൂട്ടിയാൽ മതി, സീരിയലിന്റെ 1ാം ഭാഗമായിട്ട് കൂട്ടിക്കോളി. ഇവർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മ പോര് അമ്മായിമ്മ ഇങ്ങോട്ട് ഉണ്ടാക്കിയതാണ്. പെങ്ങളുടെ ഭാഗത്ത് വലിയ തരത്തിലുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച് അവരെ നല്ല രീതിയിൽ നടത്താൻ ഞാൻ ശ്രമിച്ചു. അതിനെതിരെ അവർ നമ്മളോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആത്മഹത്യാ ഭീഷണി പോലും പെങ്ങൾ നടത്തി എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിന്റെ തൊട്ടു മുമ്പേ അൽത്താഫ് വ്ളോഗിലൂടെയാണ് നമ്മുടെ സഹോദരി ഒരു വോയിസിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതായത് അമ്മയെ തല്ലിയവനാണ് പ്രശ്നേഷ്. ഇവന് ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ച് കൂട്ടുന്നത് മാത്രമാണ്, അവൻ്റെ ഉള്ളിൽ അതൊന്നുമില്ല എന്നുള്ള കാര്യവും. അതേപോലെ എന്നെയും തല്ലിയവനാണ്, ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവുകയാണെന്നുള്ളത് അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു വരുന്നത്.
അതായത് ഈ സീരിയലിന്റെ തുടക്കമാണിത്. ഫോർച്യൂണറിലൊന്നും ഇത് നിൽക്കില്ല, അത് അതിന്റെ അപ്പുറത്തേക്ക് പോകുമെന്ന് കണ്ടറിയാം. ഓക്കെ, അപ്പൊ ഈ സീരിയൽ ഇനി ഇവിടെ തുടരും. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിരക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.